ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുറച്ചു മുന്നേ വിനുവിന്റെ ലോണിന് വേണ്ടി പ്രകാശൻ ആരെയോ ഫോണിൽ വിളിക്കുന്നത് ഞാൻ കേട്ടു. അപ്പൊ മാധവേട്ടനും ബോധ്യപ്പെട്ടല്ലോ. എനിക്ക് സന്തോഷായി മാധവേട്ട. എന്തായാലും പ്രകാശം മാറിയല്ലേ പറ്റൂ. അവൻ ഈ നിൽക്കുന്ന ആളിന്റെ ചോരയല്ലേ. ജഗ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അച്ഛാ, നല്ല വിശപ്പ് വന്നാ പിന്നെ ഞാൻ തീന്മേശ മര്യാദയൊന്നും പാലിക്കാറില്ല. ഞാൻ കഴിക്കുക. ഹലോ സാർ, ഇപ്പോഴോ? ലോണിന്റെ കാര്യം സംസാരിക്കാനോ? ഞാൻ വരാം സാർ. ആളിന്റെ പേരിൽ വസ്തുവൊക്കെ വാങ്ങാം, ഉറപ്പ്. ഞാനിവിടുന്ന് ഓടിയെത്താനുള്ള സമയം ഒരു 20 മിനിറ്റ്. ഓക്കെ സാർ. ഓ ഞാൻ ഇറങ്ങി. വിനുവിന്റെ ലോണിന്റെ കാര്യം സംസാരിക്കാനേ ബാങ്ക് മാനേജർ വിളിച്ചതാ. ഞാനൊന്നും അങ്ങോട്ട് പോട്ടെ. വിനുവിന്റെ പേരിൽ വസ്തു ഉണ്ടായേ പറ്റൂന്നാ മാനേജർ പറയുന്നത്. പ്രകാശ് ചേട്ടാ, നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രകാശ് ചേട്ടൻ ഒന്നും കഴിച്ചില്ലല്ലോ. എവിടെയാണെങ്കിലും കഴിച്ചിട്ട് പോയാ മതി. കഴിച്ചിട്ട് പോകാൻ നിന്നാലേ മാനേജറെ കാര്യം നോക്കി അങ്ങ് പോവും. എല്ലാവർക്കും എല്ലാം ആയില്ലേ? വിനുവിന് മാത്രം ഒന്നുമില്ലാത്തവനെ കഴിഞ്ഞാൽ മതിയോ? വിനുവേട്ടനെ ആട്ടിയിറക്കുന്ന സമയത്ത് പ്രകാശേട്ടന് ഇതൊന്നും തോന്നിയില്ലല്ലോ. അതിന്റെ പശ്ചാത്താപമാണെന്ന് കരുതിയാൽ മതി. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? മറ്റുള്ളവരുടെ ബാധ്യത പിടിച്ചു വെക്കുമ്പോ സ്വന്തം കാര്യം കൂടി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അതെ, നീ ഇതിപ്പോ 3ാമത്തെ തവണയാ നീ ഇത് എന്നോട് ചോദിക്കുന്നത്. അപ്പോഴൊക്കെ നിനക്ക് ഞാൻ വ്യക്തമായിട്ട് ഉത്തരം തന്നിട്ടുള്ളതാ. ഇപ്പൊ തൽക്കാലം വിനുവിന്റെ പേരിൽ 5 സെന്റ് വസ്തു വാങ്ങാൻ നീ നിന്റെ കയ്യിലുള്ള ബാക്കിയുള്ള സ്വർണം കൂടി എനിക്ക് തരണം. ഓരോ കാര്യങ്ങൾക്ക് എടുത്തു ചാടുമ്പോഴും ആലോചിച്ചും കണ്ടും വേണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. തൽക്കാലം നിന്റെ ഫിലോസഫി കേട്ട് വെക്കാൻ എനിക്ക് സമയമില്ല. നീയേ ഒരു വോയിസ് ആയിട്ട് എനിക്ക് ഇട്ട് തന്നാ മതി. ഞാൻ സമയം പോലെ അത് കേട്ടോളാം. ഞാൻ ഇറങ്ങാം. നിൽക്ക്. ജഗ, ഈ മാനസാന്തരം ഒരു രോഗാണോ? ഒരുതരം സൈക്കിക് ഡിസോർഡറാ. ഇതാ, വിനുവിന്റെ കാര്യത്തിന് സുജിത്തയുടെ സ്വർണ്ണം ഒന്നും പണയം വെക്കണ്ട. എന്റെ പേരിൽ ബാങ്കിൽ എത്രയാ ഉള്ളതെന്ന് വെച്ചാ എടുത്തോ. മാനത്തെ കൊട്ട